അപ്പോൾ നമ്മുടെ 100 ദിവസത്തെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ 7ാമത്തെ ദിവസമായി. അപ്പോൾ ഒരാഴ്ചയായി എന്ന് പറയാം അല്ലേ. നാളെ തിങ്കളാഴ്ചക്ക് നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നമ്മൾ സ്റ്റാർട്ടാക്കിയത്. ഇന്നൊക്കെ ഇപ്പോൾ 7 ദിവസങ്ങളായി. അപ്പോൾ 7 ദിവസം എന്ന് പറഞ്ഞാൽ വലിയ വെയിറ്റ് മാറ്റൊന്നുമില്ല. ഏകദേശം നമുക്ക് ഇന്നും കൂടി വെയിറ്റ് നോക്കിയിട്ട് അറിയാം. അപ്പോൾ ഞാൻ നമ്മുടെ ഫസ്റ്റ് വീക്കിൽ ശരിക്കും വാട്ടർ വെയിറ്റൊക്കെ പോയി. ശരിക്കും ഒരു 1.5 കിലോനൊക്കെ കുറയേണ്ടതാണ്. അപ്പോൾ ഞാൻ രാവിലെ നമ്മുടെ പ്രധാന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വെയിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ കിച്ചണിലേക്ക് പോവാറ്. ഈ ഒരു 6 മണി 7 മണി ആ ഒരു സമയത്താണ്. അപ്പോൾ ഇനി ഇതുമൂന്നെ മദ്രസയിലൊക്കെ പറഞ്ഞയച്ച് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ മടക്കി നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നതാണ്. ഇപ്പോൾ നമുക്ക് ആദ്യം ആ വെയിറ്റ് മെഷീൻ ഞാൻ ഇവിടെ ഇട്ട് വെക്കാറുള്ളത്. വന്ന പാടെ നമുക്കൊന്ന് ആദ്യം വെയിറ്റ് നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വെയിറ്റ് കാണിക്കുന്നത് 96.5 അപ്പോൾ ഇന്നലത്തേത് നോക്കുമ്പോൾ 200 ഗ്രാം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മിനിയാത്തതും നമ്മൾ തുടങ്ങിയ ആ ഒരു സമയത്ത് നോക്കി നോക്കുമ്പോൾ കൂടിയായിരിക്കണം. അതായത് 96.3 വരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ എൻ്റെ കാലുമേൽ കുറച്ച് നീരുണ്ട് കേട്ടോ. ഞാനത് വീഡിയോയിൽ എടുക്കാൻ മറന്നാണ്. നീരെന്ന് പറയുമ്പോൾ ഞാൻ കുറേ സ്റ്റിച്ച് ചെയ്ത് ഇരുന്നൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ കുറച്ച് നീരൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ രാവിലെ തന്നെ നല്ല രീതിയിൽ വെള്ളം ഇരുന്ന് കുടിക്കുന്നുണ്ട്. രാവിലെ എനിക്ക് എണീറ്റ് വരുമ്പോൾ വെള്ളം ഇങ്ങോട്ട് കിട്ടാൻ എന്തോ പോലെ കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കും. 2-3 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചാക്കരിപ്പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊരു സമയത്തിനൊക്കെ നമുക്ക് കുറച്ച് റിലാക്സിൽ ചെയ്യാമല്ലോ. അപ്പോൾ എഴുന്നേറ്റ് വന്ന് കുറേ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് എല്ലാവരും സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് എത്തിയത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചാക്കരിപ്പത്തിരി കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 3-4 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ റെസിപ്പി എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അധികം വീഡിയോയിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കരുതി ഇന്ന് എന്തായാലും ഉണ്ടാക്കില്ലേ, അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കാം എന്ന് കരുതി. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ നന്നായിട്ട് 1-2 പ്രാവശ്യം നല്ലോണം അരി കഴുകിയിട്ട് നമ്മൾ ചോറ് വെക്കുന്ന അരി കേട്ടോ. അത് ഞാൻ പിന്നെ റേഷൻ കടത്തെ അരിയാണ് ചോറ് വെക്കാറുള്ളത്. അതുകൊണ്ട് ആ അരിയിട്ട് നമ്മൾ ഏതാണോ ചോറ് വെക്കുന്ന അരി അപ്പം അതുതന്നെ വെള്ളത്തിലിടുക. അപ്പോൾ ആദ്യം ഇന്നലെ രാത്രി തന്നെ 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ വെള്ളത്തിലിട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഒന്നും കൂടി ഞാൻ ജസ്റ്റ് 1-2 പ്രാവശ്യം കഴുകിയിട്ട് നമ്മുടെ ഓട്ടപാത്രത്തിൽ ഊറ്റി വെക്കുന്ന ഓട്ടപാത്രത്തിൽ നന്നായിട്ട് ഊറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്കതൊന്ന് വെള്ളമൊക്കെ വാരുന്ന വരെ നിൽക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ മുട്ട റോസ്റ്റാണ് ഇതിലേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഉള്ള ഉള്ളി കട്ട് ചെയ്യുക അതവിടെ വെച്ചിട്ട് ഞാൻ ആ പരിപാടികളിലൊക്കെ നിന്നു കേട്ടോ. മുട്ട അവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, പിന്നെ ഉള്ളി അവിടെ അരിയുന്നുണ്ട്, അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ അരി നമ്മൾ വാർത്ത് വെക്കുന്നതിന് പകരം കുറച്ച് നേരം ഒന്ന് ഓട്ടപ്പാത്രത്തിലേക്ക് ഊറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒരു തുണിയൊക്കെ നല്ല കട്ടിയുള്ള തുണിയൊക്കെ ഉണ്ടാവും അല്ലേ, കോട്ടൻ്റെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നിവർത്തിയിട്ടിട്ട് 2-3 മടക്കായിട്ട് നിവർത്തിയിട്ടിട്ട് അതിൽ അരി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഉണക്കാനൊക്കെ പച്ചരിയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കില്ലേ, അതേപോലെ ജസ്റ്റ് ഒന്ന് വെച്ചാൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളം വാർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സമയം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ തേങ്ങ ചിരണ്ടണം, ഉള്ളി വാട്ടണം, അപ്പോൾ അതിനൊക്കെ സമയം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഓട്ടപാത്രത്തിൽ അങ്ങനെ വാർക്കാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അതല്ല നമുക്ക് വേഗം ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുണിയിലൊന്ന് കട്ടിയുള്ള തുണിയിൽ മേലെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് അപ്പോൾ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിക്ക് ആവശ്യമായിട്ടുള്ള 1 മുറി തേങ്ങയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ 2.5 ഗ്ലാസ് അരിയാണ് കേട്ടോ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. ഞങ്ങളാകെ 4 പേരാണ് ഉള്ളത്. അപ്പോൾ 4 ആൾക്കും ഞാൻ അതിൻ്റെ കഴിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ ഇവർക്ക് 3 ആൾക്കും മതി. അപ്പോൾ ആ ഒരു രീതിയിൽ ഇച്ചിരി ഇട്ടിട്ടുള്ളൂ, അതിനനുസരിച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ട്. തേങ്ങ ചിരണ്ടി വെച്ച് നമ്മൾ ഉള്ളിയൊക്കെ വാട്ടി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയപ്പോക്കിന് അതങ്ങനെ നന്നായിട്ട് വെള്ളമൊക്കെ ഊറിയിട്ടുണ്ട്. എന്നിട്ട് കൈ നല്ലോണം കഴുകിയിട്ട് ചെയ്യണമെന്നല്ല, കാരണം നമ്മളെല്ലാം കൈ കൊണ്ടാണല്ലോ. അപ്പോൾ സ്പൂൺ കൊണ്ട് കാര്യങ്ങളുകൊണ്ട് എനിക്കത് തയ്ക്കല്ലോ. ഞാൻ വേഗം കൈ കൊണ്ടാണ് എല്ലാം ചെയ്യുക. അപ്പോൾ നന്നായിട്ട് കൈ കഴുകിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ എന്താ പറയുക അത് തൊട്ട് നോക്കാനും പൊടിഞ്ഞിക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാനും ഒക്കെ അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്യണതുകൊണ്ടേ അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമ്മൾ പുട്ടിനൊക്കെ ഉള്ള പൊടിക്കണ ആ ഒരു സംഭവത്തിൽ പൊടിച്ചെടുത്താൽ മതി. പുട്ടിനൊക്കെ ഒരു തരി ഉണ്ടാവുമല്ലോ, ആ രീതിയിലായിരിക്കും കിട്ടുക. അപ്പോൾ അതായത് ഇവിടെ ഇതിലേക്ക് ഞാൻ അങ്ങനെ 2 തവണയായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മിക്സീൻ്റെ ജാറെന്ന് പറയുമ്പോൾ ഒന്ന് ജ്യൂസ് അടിക്കാനും ഒന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കാനും ഒന്ന് ചതക്കാനും അങ്ങനെ 3 രീതിയിലുള്ള ജാറാണല്ലോ ഉണ്ടാവുക. രണ്ടാമത്തെ ആ ഒരു പൊടിച്ചെടുക്കാനുള്ള ജാറില്ല, ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക്
പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതും ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഞാൻ പൊടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. പൊടിച്ചിട്ട് നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങ ഇച്ചിരി വെള്ളം ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് ഞാൻ നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് ഒരു ഇച്ചിരി തേങ്ങാപ്പാൽ വരുന്ന രീതിയിൽ നന്നായിട്ട് തേങ്ങ ഒന്ന് കുഴച്ചതിന് ശേഷമാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ജീരകമാണ് കേട്ടോ. അപ്പം അത് പിന്നെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് കൂടുതൽ കടിക്കണത് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അതിടാൻ. ഞാൻ ഇവിടെ മക്കൾക്കൊന്നും അത് അങ്ങനെ ജസ്റ്റ് കടിക്കണത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും, എനിക്ക് എല്ലാം ഒരു കൈയളവാണ് കേട്ടോ എൻ്റെ ഇതിങ്ങനെ ഉപ്പ് പ്രത്യേകിച്ച് ഒരു കൈയളവാണ്. അപ്പോൾ ഞാനതും ഉപ്പ് ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ അരിപ്പൊടിയിൽ ഉപ്പ് കൂടി കഴിഞ്ഞാൽ നമ്മൾ പൊരിച്ചെടുക്കുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉപ്പ് ഉള്ള മാതിരി തോന്നും. നമ്മൾ മീനൊക്കെ ആയാലും ഇറച്ചിക്കായാലും എനിക്ക് അങ്ങനെ ഉപ്പ് ഇവിടെ അങ്ങനെ കൂടുതൽ ഇഷ്ടമില്ല കേട്ടോ. എൻ്റെ കെട്ടിയനാണെങ്കിൽ ഈ പ്രഷർ ഉള്ളതുകൊണ്ട് ഉപ്പ് കുറച്ച് ഇപ്പോൾ എനിക്കും ആ ഒരു ഉപ്പ് മതി എന്നുള്ള രീതിയിലാണ്, വല്ലാണ്ട് അങ്ങനെ ഉപ്പ് ഉണ്ടാവില്ല എല്ലാത്തിലും. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ചുടുവെള്ളം ഈ ഒരു ലെവലിൽ ഇങ്ങനെ പാർന്നിട്ട് നന്നായിട്ട് നല്ല തിളച്ച വെള്ളം, ഇപ്പോൾ ഫ്ലാസ്കിലേക്ക് ഞാൻ നിറച്ച് വെച്ച വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇതുപോലെ ഈ ഒരു പിന്നെ അളവിലാണ് ഞാൻ വെള്ളം പാർന്ന് വെച്ചത്. ഇനി ഒരു 10 മിനിറ്റ് നമ്മൾ കുറച്ച് ചൂടാറുന്നവരെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളിക്കറി ഉള്ളിമുട്ട ഒക്കെ വാടി ഇച്ചിരി വെള്ളമൊക്കെ പറഞ്ഞത് ഈ ഒരു ലെവലിൽ ഞാൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് വറ്റിച്ചിട്ട്. അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഞാനിതങ്ങനെ പീസാക്കിയാണ് ഇട്ടിട്ടുള്ളത്. കാരണം ഉള്ളിലേക്ക് അങ്ങോട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഇറങ്ങിക്കോട്ടെ എന്ന് കരുതി. നീനുവിനൊക്കെ മുട്ട അങ്ങനെ പുഴുങ്ങി കഴിക്കണേക്കാണ് ഇഷ്ടം. ഉള്ളിലേക്ക് ആ മുളകൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയാലേ അതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ മുട്ടക്കറി അവിടെ സെറ്റായി. ഇനി അങ്ങനെ ഓരോ അപ്പം ചുടുന്നതിനനുസരിച്ച് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, മക്കൾക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ഒന്ന് അല്ലെങ്കിൽ നേരം വൈകി, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ 2 ചട്ടി വെച്ചിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ഒരു ഉരുളപ്പം നമ്മുടെ മാവുത ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം ഈ ഒരു കട്ടിയിലായിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് ഇതുപോലെ അപ്പോൾ ഞാൻ വെള്ളത്തിൽ തൊട്ടിട്ടാണ് ജസ്റ്റ് എന്ത് ചെയ്യണത്, പൊടി ഇങ്ങനെ പരത്തിയെടുക്കുന്നത്. നമ്മൾ ജസ്റ്റ് വെള്ളം കൈ കൊണ്ട് തൊട്ടിട്ട് അതിങ്ങനെ പരത്തി കൊടുത്താൽ പെട്ടെന്ന് പരന്ന് അധികം കട്ടി കുറക്കും വേണ്ടെന്നാൽ അധികം കട്ടി കൂടുതലും വേണ്ടല്ലോ. ഈ രീതിയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റേ അടുപ്പത്ത് ഞാൻ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ നമ്മൾ അപ്പൊക്കെ ചുടുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും കൂടി ചുട്ടെടുക്കാമെന്ന് കരുതി അവിടെ നീനും ഇതുമൊക്കെ വെയിറ്റ് ചെയ്യാണ്. നേരെ 10 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ മറ്റേ അടുപ്പത്ത് ഞാൻ അങ്ങനെ പരത്തിയെടുത്ത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനത് ചുട്ടെടുക്കുക. ആ വെളിച്ചെണ്ണയിലായതുകൊണ്ടാണ് ആ പുക ഇങ്ങനെ വരുന്നത്. ഓയിലാണെങ്കിൽ അത്ര പുക ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെ തീ കുറച്ചും വെക്കുന്നില്ലേ, കുറച്ച് അങ്ങനെ ആ ഒരു കൂട്ടിയാവസ്ഥയിൽ തന്നെയാണ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മൂടി വെക്കണ അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ പരത്തിയിട്ട് ആ ഒരു സമയത്ത് മാത്രം മൂടി വെച്ചാൽ മതി കേട്ടോ. പിന്നെ മൂടി വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് മറിച്ചിട്ട് ഇങ്ങനെ വേവിക്കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് സ്പീഡ്, നമ്മുടെ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് കുറച്ച് നേരമായിട്ട് നമ്മൾ തീയും കുറച്ച് കൂട്ടി. നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ പോകരുത്. കുറച്ച് വെച്ചിട്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ടൊക്കെ പോയാൽ ഇത് ഉറച്ച് പോകും. അതായത് പിന്നെ നമുക്ക് കടിച്ച് തിന്നാൻ കഴിയില്ല. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണ ഇച്ചിരി ഇങ്ങനെ മേലെ കൂടെ ഒഴിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഇങ്ങനെ അതിൻ്റെ ഒപ്പം തന്നെ നിന്ന് വേവിച്ചെടുക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടോ നീങ്ങും. വന്നിട്ട് പിന്നെ ഒന്ന് മറിച്ചിട്ട് കൊമ്പൊക്കെ അരി ഇങ്ങോട്ട് ഉറച്ചിട്ട് നമുക്ക് തിന്നാൻ ആ ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല. അത് ഉള്ളിൽ സോഫ്റ്റും വേണം, എന്നാൽ വേവും വേണം, എന്നാൽ നെരിയും വേണം എന്നുള്ള ആ ഒരു ലെവലിൽ കിട്ടണം. അങ്ങനെ 2 അപ്പം ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഒപ്പത്തിനൊപ്പം തന്നെ കറിയുടെ ഓൾറെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നീനും ഇതുമൊക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2 ഒരുമിച്ച് അങ്ങോട്ട് ചുട്ട് കൊടുക്കാമെന്ന് കരുതി കുറേശ്ശെ ഇങ്ങനെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അങ്ങനെ നമുക്ക് ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കട്ടെ. വെളിച്ചെണ്ണയിൽ മക്കളൊക്കെ നല്ല തന്നെ ഉപയോഗിച്ചോട്ടെ എന്ന് കരുതിയിട്ട് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ചുട്ടെടുക്കാറുള്ളത് എല്ലാം. അതുപോലെ തന്നെ നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ട് വണ്ണം കുറയാത്തത് ഈ എണ്ണ അധികം ഉപയോഗിച്ചിട്ട്. എണ്ണ ഞാൻ ഓയിൽ സംതിങ് ഒന്നും ഉപയോഗിക്കാറില്ല. വെളിച്ചെണ്ണയിലുള്ള ഫുഡ്, ബട്ടറിലുള്ള ഫുഡ് മാത്രമാണ് ഞാൻ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അത് നമുക്ക് ആവശ്യമാണ് തന്നെയാണ്. എനിക്ക് നമ്മൾ കീറ്റൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. അപ്പോൾ ഈ ഒരു ലെവലിൽ അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ അപ്പം കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മളോട് അതിൻ്റെ റെസിപ്പി ചോദിച്ചവർക്കായിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ്. അത് കാണണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ഉള്ളിൽ ഇങ്ങനെ വെന്തും ചെയ്തിട്ടുണ്ട്, മുകളിലേക്ക് നെരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ആ മുട്ട റോസ്റ്റൊക്കെ കൂട്ടി മക്കളൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴാണ് എനിക്ക് പാലില്ലാത്ത, ഞാൻ ആ പെട്ടിപ്പാലില്ലേ അതാണ് കേട്ടോ വാങ്ങാറുള്ളത്, ഗുഡ് ലൈഫിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇല്ലാത്തത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ചായ എല്ലാവർക്കും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ച്
നോക്കിയപ്പോഴേക്കും പാലില്ല കേട്ടോ. അപ്പോൾ ഇതുമ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ അവളെ പാലിന് വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്നതാണ് കാണുന്നത്. അവൾക്ക് പിന്നെ പുറത്തേക്ക് പോകാമെന്ന് പറയുന്നത് അത്ര ഇഷ്ടം, കാരണം സൈക്കിൾ ചവിട്ടി പോകാമല്ലോ. അപ്പോൾ അങ്ങനെ അവൾ പോയി കൊണ്ട് പാലൊക്കെ ഇതാ നമ്മുടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇലക്കായൊക്കെ ഇട്ടിട്ട് ചായ ഉണ്ടാക്കാം. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ചായ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ, എനിക്കിത് പറ്റാത്തതുകൊണ്ടാണ് ഞാനത് കുടിക്കുന്നത്. അപ്പോൾ മധുരം എന്ന് പറയാൻ ഇടയുന്നില്ല, ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഒരു സ്പൂണിൻ്റെ പകുതി അത്രയും ഞാൻ ഇടയുന്നുള്ളൂ. പക്ഷേ ഇത് മാത്രമാണ് ഞാൻ ഇന്ന് വെയിറ്റും അല്ലാതെ കുറയാത്തതുകൊണ്ട് ഞാനിന്ന് ചായ മാത്രം കുടിക്കാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് ഇന്നലെ കെട്ട് മരുന്ന് നിസ്കരിച്ച് കഴിഞ്ഞ് വന്നപ്പം കടല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നല്ല നമ്മൾ സാധാ പീനട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിനെ രാത്രി കഴിക്കാത്തതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, മൂപ്പർക്ക് അറിയാം. അപ്പോൾ അതവിടെ ഞാൻ നാളെ കഴിച്ചുകൊണ്ടിരുന്നു പറഞ്ഞിട്ട് അവിടെ കവറിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് എടുത്ത് പോന്നു. നീനൂട്ടിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ, എനിക്കും ഇതുമൂലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതും രാവിലെ മദ്രസക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കഴിച്ച് ബാക്കിയുള്ളത് എനിക്ക് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഇപ്പോൾ ചായ ഉണ്ടാക്കി വന്നപ്പോഴാണ് എനിക്ക് അത് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ അത് എടുത്ത് പോന്നു. ഞാനിത് ചായയൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴേക്കും മക്കൾ ഇവിടെ ചായ കുടിയൊക്കെ കഴിഞ്ഞ്, ഇന്ന് നീനുവിന് ഡ്യൂട്ടിക്കൊന്നും പോകാത്തതുകൊണ്ട് അവൾ അത് ഫ്രീ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ അടുത്ത് വന്നിട്ട് എങ്ങനെ സോറിയൊക്കെ പറഞ്ഞിരുന്നാണ് ചായ കുടിച്ചത്. അപ്പോൾ ഇന്ന് നമ്മളങ്ങനെ കൂടുതൽ പിന്നെ അടുക്കളയിലെ വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ല. ഉച്ചയ്ക്ക് ഗീ റൈസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, നീനുമൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, അതാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇങ്ങനെ എരിഞ്ഞപ്പോൾ അതാ ഫ്രഷ് ക്യാരറ്റ് കിട്ടും. അപ്പോൾ അതിൽ നിന്നൊന്ന് കഴുകിയിട്ട് അതൊന്ന് കഴിച്ച്, ഇപ്പോൾ സമയം ശരിക്കും 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ചായ കുടിച്ച അപ്പം തന്നെ അല്ല കേട്ടോ, ചായ ഞാനൊരു 10:30ക്കാണ് കുടിച്ചത്, ഇതൊരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കിച്ചണിക്ക് വന്നപ്പോൾ കുറേ നേരം നീനൂട്ടിനോട് സംസാരിച്ച് അങ്ങനെ സമയം കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ക്ലീനിങ് പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല. അവർ മക്കളൊക്കെ ഉണ്ടായ പിന്നെ ഞാൻ അങ്ങനെ അവരൊപ്പം അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് വെള്ളം ഇവിടെ വാഷിംഗ് മെഷീനിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഓഫാക്കി ഇങ്ങനെ പോകുന്നതാണ്. അപ്പോഴേക്കും ഇവിടെ നമ്മുടെ ക്യാരറ്റും ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. അത് അടുപ്പത്ത് അപ്പം 3 ഗ്ലാസ് അരിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. 6 ഗ്ലാസ് വെള്ളമൊക്കെ പാർന്ന് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതും ഇതാ വെറും വിക്രസായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിസിലടിക്കണ നോക്കി ഇങ്ങനെ നിന്നപ്പോൾ അവൾ വിസിലടിച്ചപ്പോൾ മുറ്റോട്ട് വെറും പിരാന്തായിട്ട് നടക്കുകയാണ്. ഇപ്പോൾ സ്കൂൾ കൂട്ടിയിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാനിതൊരു 2:30 സമയമായപ്പോഴാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഞാൻ ഇച്ചിരി ചോറും പിന്നെ വെജിറ്റബിൾസ് ഒന്നും കൊണ്ടുവന്ന് വെച്ചത് ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച ആകുമ്പോൾ മൂപ്പർക്ക് ഒരു മടി കേട്ടോ, അങ്ങനെ പുറത്തേക്കൊന്നും പോവാതെ സോറ പറഞ്ഞ് ഇവിടെ എങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കക്കരിയും ക്യാരറ്റൊക്കെ ഉണ്ട്, അപ്പോൾ എനിക്കത് കഴിക്കാനും മടി. അപ്പോൾ ഞാൻ അങ്ങനെ നിന്നപ്പോൾ ഒരു മുട്ട, രാവിലെ പുഴുങ്ങിയത്തെ മുട്ടയാണ് ഞാൻ രാവിലെ കഴിച്ചിട്ടില്ലല്ലോ, മക്കൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു മുട്ട എടുത്തു, ഇച്ചിരി ചോറെടുത്തു, പിന്നെ 2 കഷ്ണം മീൻ പൊരിച്ചത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ, വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത് അതെടുത്തു. നമ്മൾ മക്കൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതിന് കൊടുക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. ഓയിലും വെളിച്ചെണ്ണയൊന്നും ഇപ്പോൾ വിലയിൽ വലിയ മാറ്റമൊന്നുമില്ല, അപ്പോൾ മക്കൾ നല്ല തന്നെ കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഉച്ചക്കത് കഴിച്ച് വൈകുന്നേരം എൻ്റെ ഹസ്ബൻഡിൻ്റെ 2 പെങ്ങന്മാർ, വലിയ പെങ്ങളും രണ്ടാമത്തെ പെങ്ങളും പിന്നെ രണ്ടാമത്തെ പെങ്ങളെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വന്ന് പോകുമ്പോൾ എടുത്ത വീഡിയോ ആണിത്. എനിക്കറിയില്ല അവർ വീഡിയോയിൽ അങ്ങനെ നിൽക്കുന്നത് ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പോകുന്നത് അങ്ങനെ എടുത്തതാട്ടോ. അപ്പോൾ അവർ യാത്ര പറഞ്ഞ് പോകുന്ന എൻ്റെ ഹസ്ബൻഡ് ചെന്ന് വണ്ടി കയറ്റി വിടുന്നതാണിത്. അപ്പോൾ അവരൊക്കെ വന്നപ്പോൾ ഒരുമിച്ചാണ് ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഗ്ലാസ് ചായയാണ് ഞാൻ വൈകുന്നേരം കുടിച്ചത്. അങ്ങനെ ആ ചായ കുടിച്ചിട്ട് ഞാൻ ഇന്നത്തെ ഫുഡ് നിർത്തിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. അപ്പോൾ എന്താണ് വെയിറ്റ് കുറയാത്തതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, കാരണം എണ്ണക്കടി എന്ന് പറയുന്നത് ഞാൻ വെളിച്ചെണ്ണയിൽ ഉള്ള സംഭവം മാത്രമാണ് അത് കഴിക്കുന്നത് കണ്ടില്ല, ഇതല്ലാതെ ഞാൻ ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം.